തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 സാമുവേൽ 12:24. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ, അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ വിഭജിത ഹൃദയത്തോടെ അല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവിൻ, അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടെ സ്മരിക്കുവിൻ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസ്തമായ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻചെല്ലുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഓരോ അവസരങ്ങളിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് നിന്നെ അനുഗ്രഹിക്കും. നീ അതിനെക്കുറിച്ച് ഓർക്കണം, നീ അതിനെ സ്മരിക്കണം, നീ അതിനെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, ഈ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരമ്മച്ചി, ശരിക്കും പറഞ്ഞാൽ ശുദ്ധഗതിക്കാരിയായ അമ്മച്ചി. ആ അമ്മച്ചി വളരെ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ കർത്താവിനെ ആശ്രയിച്ചപ്പോൾ ദൈവം ഈ അമ്മച്ചിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത്, ആ അമ്മച്ചി അത് ദൈവത്തെ സ്മരിക്കാൻ വേണ്ടി, ആ അവസരം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ഇവിടെ ഒരു വെബ് ലൈവ് ശുശ്രൂഷയ്ക്ക് വന്നു ചേർന്ന് നമുക്കിപ്പോൾ ആ സാക്ഷി ഒന്ന് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ വീട്ടുപേര് പാലുവേലിൽ. അമ്മച്ചിയുടെ പേര് ത്രേസ്യ അമ്മച്ചി. ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിപ്പോ എവിടുന്നാ വരണത്? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ എടൂര്. തലശ്ശേരി. ഈ പിള്ളേരോ? ഇരിട്ടിക്കൽ. അല്ല, ഈ പിള്ളേരോ? അവരും അത് പറ. അവരുടെ അമ്മച്ചിയാണ് അമ്മച്ചി അല്ലേ? എന്നാ പറഞ്ഞു, ഇനി എല്ലാം പറഞ്ഞു. എനിക്ക് 2011 പിന്നെ തലശ്ശേരി പോയി പനിയായിട്ടും ചുമയായിട്ടും ചികിത്സ ചെയ്ത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അവിടെ ചെന്നവർ ന്യൂമോണിയ എന്നും പറഞ്ഞ് 3-4 പ്രാവശ്യം പോയി 3-4 മാസം അവിടെ ചികിത്സ ചെയ്തു. എന്നിട്ട് ഒരു കുറവുമില്ല. അവിടുന്ന് കോഴിക്കോട് മിംസിൽ പോയി. അവിടെ അവർ ഒരു വലിയ പരിശോധന നടത്തിയിട്ട് എനിക്ക് ഈ ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന് അവിടുന്ന് എഴുതി തന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു. അവിടെ അവർ എന്നോട് പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞു. 6 മാസത്തിൽ കൂടുതൽ അല്ലെ അങ്ങേയറ്റം 1 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ല, ഒരു ഗുളിക മാത്രം കഴിക്കുക. അങ്ങനെ വലിയ വിലയായിരുന്നു ആ ഗുളികയ്ക്ക്. അങ്ങനെ 3 വർഷം ഗുളിക കഴിച്ചു. കഴിഞ്ഞ ആണ്ട് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി, 5 ദിവസത്തെ ധ്യാനം കൂടി. അന്നേരം അച്ഛനായിട്ട് എനിക്ക് ഈ അലർജി ഉണ്ട് ആ ഗുളിക തിന്നപ്പോൾ. അച്ഛൻ വിളിച്ച് പറയുന്ന ആദ്യമേ ഞാൻ കേട്ടു, ഗുളികയുടെ അലർജി ഉള്ള ഒരാളുടെ എടുത്തു മാറ്റുന്നു. അന്നേരം ഞാൻ വിചാരിച്ചത് എൻ്റെ ആയിരിക്കും. അവിടുന്ന് പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ക്യാൻസറിൻ്റെ രോഗമുള്ളവരെ എടുത്തു മാറ്റുന്നു. അതെനിക്ക് ശരിക്ക് കേട്ടില്ല. ഇവരൊക്കെ കേട്ടു, എൻ്റെ ചെവിക്ക് ശരിയൊക്കെ കേൾക്കുകയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇവരെല്ലാം അത് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയായിട്ട് ഇവനങ്ങ് പോയി. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എനിക്ക് 3 മാസത്തെ ഗുളിക വാങ്ങി തന്നിട്ട് ഇവൻ ഓസ്ട്രേലിയക്ക് പോയി. ഞാൻ അതിൽ 55 ഗുളിക ഇപ്പം വീട്ടിലിരിപ്പുണ്ട്. കഴിഞ്ഞ മാർച്ച് മേടിച്ചതാണ്.
അതിൻ്റെ ബാക്കി ഗുളിക മറ്റുള്ള മക്കൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ യേശു എൻ്റെ രോഗം മാറ്റിയതാ, എന്നെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ഗുളിക കഴിക്കുകയായിരുന്നു. അവരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു. 5 ഗുളിക അവരുടെ വഴക്ക് കേട്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ 55 ഗുളിക എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഡോക്ടേഴ്സ് 6 മാസം കഷ്ടി 1 വർഷം ജീവിക്കണമെന്ന് പറഞ്ഞ അമ്മച്ചിയാണ് ഇപ്പോഴൊന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സഹോദരങ്ങളെ. അവസാനം ഞങ്ങൾ തലശ്ശേരി ക്യാൻസർ സെന്ററിൽ പോയി പരിശോധിപ്പിച്ചു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അന്നേരം അവർ എന്നാലും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ സ്കാൻ ചെയ്യണം. റിപ്പോർട്ടാണത്, റിപ്പോർട്ടുകളാണത്. അതെ അതെ, അത് മിംസിലെ ഉണ്ട്, തലശ്ശേരിയിലെ ഉണ്ട്. അവിടുന്ന് തലശ്ശേരിക്കാർ പറഞ്ഞ് സ്കാൻ ചെയ്യണേ, അതിന് പണം കെട്ടിവെക്കണം. ഞങ്ങൾ കെട്ടിവെക്കാമെന്നും പറഞ്ഞ് സ്കാൻ ചെയ്യിച്ചു. സ്കാൻ ചെയ്യിച്ച് ഇത്ര ദിവസം കഴിയുമ്പം വന്ന് അതിന്റെ റിസൾട്ട് അറിയിക്കാം. ചെന്നപ്പം രോഗമില്ല. സഹോദരങ്ങളുടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു സന്ദേശം, മരുന്ന് കഴിക്കുമ്പോൾ അലർജി ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ക്യാൻസർ ഉണ്ടാവുകയോ ഒരാളെ സുഖപ്പെടുത്തുന്നു. ഈ അമ്മച്ചി അപ്പോൾ അലർജിയുടെ കാര്യം കേട്ട്, മറ്റേത് കേൾക്കാൻ പറ്റില്ല, മക്കളത് കേട്ട് അമ്മച്ചിയുടെ തന്നെ അവർ പറഞ്ഞ്, പിന്നെ അമ്മച്ചി പിന്നെ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്തായാലും സഹോദരങ്ങളെ, അപ്പോൾ ഇവർ നിർബന്ധിച്ച് മരുന്ന്, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തായാലും പിന്നെ ഡോക്ടറെ ചെന്ന് പരിശോധന നോക്കുമ്പോൾ ഇതാ പരിപൂർണമായി ക്യാൻസർ സൗഖ്യപ്പെട്ടു എന്നിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് റിപ്പോർട്ടുമായിട്ട് ഇവർ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അത്ഭുതങ്ങളുടെ രാജാവിനെ കൈയടിച്ച് ആരാധിക്കട്ടെ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ, കൈകൾ അടിച്ച്. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, പാടി പാടി സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവനെ, അവൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക് സഹോദരങ്ങളെ, ആ ശുദ്ധഗതിക്കാരിയായ അമ്മച്ചി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ കർത്താവിനെ പിൻചെന്നപ്പോൾ ആ അമ്മച്ചിയുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവത്തെ അനുസ്മരിക്കാൻ തക്ക വിധം ദൈവം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. ആ അമ്മച്ചി പറഞ്ഞ കാര്യം എന്നെ സ്പർശിച്ച്. അമ്മച്ചി എന്നെ തന്നെ സുഖപ്പെടുന്ന രോഗം, ഇനി മരുന്ന് വേണ്ട. അവർക്ക് പറയാം ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ഈ യേശുവിനെ സംബന്ധിക്കുന്ന ഓരോ ദാസന്മാരുടെ ജീവിതത്തിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ 2 കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ ഇപ്പോൾ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടെ കൈകൾ ഉയർത്തി വിശ്വാസത്തോടെ വിശുദ്ധതയോടെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവ്. ഓ ദൈവമേ, ചെറിയോൻ്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്മരിക്കാനും തക്കവിധം ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വചനശുശ്രൂഷ കൊടുക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. പരിശുദ്ധാത്മാവിന് വലിയ ശക്തി, പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന് വലിയ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ പിടിയിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓ കർത്താവേ, ജീവിതത്തിൽ കണ്ണുനീര് കയ്പമായി കഴിയുന്ന ജീവിതങ്ങൾ ഇപ്പോൾ യേശു നാമശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവമേ അവിടുത്തെ മഹത്വപ്പെടുന്ന കണ്ടിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, വചനത്തിന് വേണ്ടി വചന കവാടങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചെറുതാകാതെ വലുതാക്കുക. അവരൊക്കെ പറയാം ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് സഹോദരങ്ങളെ. ചെറുതാകാതെ നീ വലുതാകണം. ചിലപ്പോഴങ്ങനെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛാ, അവരെന്നെ അങ്ങോട്ട് കൊച്ചാക്കി കളഞ്ഞു. അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ഞാൻ ആകെ ഒരു ചെറുതായി പോയ പോലെയായി. അത്ര എന്നെക്കുറിച്ച് താഴ്ത്തി കെട്ടി ചെറുതാക്കി സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള നെടുവീർപ്പുകളും വിലാപങ്ങളും തത്തുല്യമായ വാക്കുകൾ പറയുന്ന ആൾക്കാരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുവെ ലോകത്തിന്, ലോക ജനതയ്ക്ക് ചെറുതാകാൻ താല്പര്യമില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. അവൾ എന്നെ അങ്ങോട്ട് താഴ്ത്തി കെട്ടി സംസാരിച്ചു എന്ന് ചിലപ്പോൾ ഭർത്താക്കന്മാർ പറയും, ചിലപ്പോൾ ഭാര്യമാർ ഇങ്ങനെ പറയും. മറ്റുള്ള മുമ്പിൽ വെച്ച്, മാതാക്കന് മുമ്പിൽ വെച്ച് എൻ്റെ വിരുന്നുകാർ വന്നപ്പോൾ എന്നെ അങ്ങോട്ട് ചെറുതാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിന്നെ ചെറുതാക്കാനോ നിന്നെ വലുതാക്കാനോ ദൈവമായ കർത്താവിനല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല. ഈ ചെറുതാകുന്നതിനെ കുറിച്ചും വലുതാകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തി നൽകുന്ന വചനമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ലോകരാജ്യ നിയമങ്ങളുമായിട്ട് നേരെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. നേരെ തലതിരിഞ്ഞ നിയമങ്ങളാണ് ദൈവരാജ്യ നിയമങ്ങൾ. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് ഏറ്റവും വലിയവൻ. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതം വലിയ ഒരവസ്ഥയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നീ ഒരു വലിയവനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്, നീ ചെറിയവനായി തീരണം. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഇതിനോട് വളരെ ചേർന്ന് പോകുന്ന ഒരു വചനഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുലിഖിതത്തിലാണ്. മത്തായി 18:4. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിനെ പോലെ തന്നെ ചെറുതാക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമമാണ്, ചെറുതാകുന്നവൻ വലുതാകും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയവനായി തീരാൻ ചെയ്യേണ്ട മാർഗം എന്താ? അനുവർത്തിക്കേണ്ട സംഗതി എന്താ? നിനക്ക് ചെറുതാകാൻ കിട്ടുന്ന അവസരങ്ങൾ നീ കണ്ടെത്തി ഉപയോഗിക്കണം. നിനക്ക് ചെറുതാകാൻ കിട്ടുന്ന അവസരങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുമ്പോൾ നീ അറിയാതെ തന്നെ വലിയവനായി തീരുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. നീ ഒരു സമൂഹ മധ്യത്തിൽ നിൽക്കുമ്പോൾ നിന്നെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞപ്പോൾ നീ ഇച്ചിരി ചെറുതായി പോയി എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട മകനെ മകളെ നീ വിഷമിക്കരുത്. നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നീ സമൂഹ മധ്യത്തിൽ നിന്റെ സൽപ്പേര് നഷ്ടപ്പെട്ട് നീ ചെറുതായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നീ മകളെ മകനെ നീ ദുഃഖിക്കരുത്. ജീവിതത്തിൽ മറ്റുള്ള മുമ്പിൽ വെച്ച് നിന്നെ ഇടിച്ചു താഴ്ത്തി എന്ന് വിചാരിച്ച് നീ അങ്ങനെ അങ്ങ് സങ്കടപ്പെടരുത്. എന്തെന്നാൽ നിന്നെ വലുതാക്കാൻ വേണ്ടി ദൈവം നിന്നെ ചെറുതാക്കുകയാണെന്ന് നീ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നീ ഒരു വലിയവനായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഒന്ന്, എനിക്ക് ചെറുതാകാനുള്ള അവസരങ്ങൾ നീ കണ്ടെത്തി ഉപയോഗിക്കണം. 2, ചെറുതാക്കാൻ ദൈവം നിനക്ക് നൽകുന്ന അവസരങ്ങളെ ഒരു കൃപയിലെടുക്കാൻ പഠിക്കണം. നീ അവസരം കണ്ടെത്തണം. ദൈവം തരുന്ന അവസരങ്ങളെ നീ കൃപയിലെടുക്കുകയും ചെയ്യണം. അങ്ങനെ ബൈബിളിൽ ചെയ്താൽ അവരെല്ലാം വലിയവനായി തീരുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ ഇങ്ങനത്തെ വചനം വെളിപ്പെടുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പി ലേഖനത്തിലാണ്. ഫിലിപ്പി ലേഖനത്തിൽ അതിന് 2-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ തിരുലിഖിതങ്ങൾ. ഫിലിപ്പി 2, 5 മുതൽ 9 വരെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി എളിമപ്പെട്ട് ചെറുതായി മനുഷ്യനായി പുൽത്തൊട്ടിൽ അവതരിച്ചപ്പോൾ പിതാവായ ദൈവം യേശുവിനെ അതുപോലെ ഉയർത്തിയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തന്നെ തന്നെ ചെറുതാകുന്നവൻ, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് വചനം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഇത് നിറവേറുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാം തിരുലിഖിതത്തിലാണ്. ലൂക്ക 7:28. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു വലിയ പുകഴ്ത്തലോടെ പ്രശംസയോടെ പറയുന്ന ഇപ്രകാരമാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്തുകൊണ്ടാണ് യേശു സ്നാപകനെ ഇതുപോലെ ഉയർത്താൻ കാരണം? അതിന് കാരണമുണ്ട്. സ്നാപകൻ തന്നെ തന്നെ ചെറുതാക്കി, സ്നാപകൻ തന്നെ തന്നെ എളിമപ്പെടുത്തി, സ്നാപകൻ തന്നെ തന്നെ വലിപ്പം കുറച്ച് ചെറുതാക്കി. അപ്പോൾ ദൈവം സ്നാപകനെ ഉയർത്തി. എവിടെയാ സ്നാപകൻ തന്നെ തന്നെ ചെറുതാക്കിയത്? അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ വിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 7ഉം 8ഉം തിരുലിഖിതങ്ങളിലാണ്. അവിടെ അതിന് ഇപ്രകാരമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്: അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അവർക്ക് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, യേശുവിൻ്റെ വരവിനെ കുറിച്ച്, യേശു വന്നപ്പോഴും സ്നാപകൻ എന്താണ് പറഞ്ഞത്? എന്താ എന്നേക്കാൾ ശക്തനായവൻ്റെ പിന്നാലെ വരുന്നു. സ്നാപകൻ യേശുവിനെ വലുതാക്കി. എന്നിട്ട് പറഞ്ഞ് ഞാനൊരു ജലം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ അവൻ അഗ്നിയാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുമ്പിൽ സ്നാപകൻ തന്നെ തന്നെ ചെറുതാക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു സ്നാപകനെ വലുതാക്കി. അതാണ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തിയത് അതേ കാര്യം തന്നെ ഇവിടെ നിറവേറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് ചെറുതാകാനുള്ള മാർഗം എന്നറിയോ? നീ മറ്റുള്ളവരെ വലുതാക്കുക. നിനക്ക് ചെറുതാകാനുള്ള മാർഗം നീ മറ്റുള്ളവരെ വലുതാക്കുക എന്ന് പറഞ്ഞാൽ, സ്നാപകൻ യേശുവിനെ വലുതാക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നാപകനെ ദൈവം വലുതാക്കി. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ചുറ്റും ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നീ നല്ലത് പറയുകയും അവരെ വലുതാക്കുകയും അവരെ ഉയർത്തുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നീ തന്നെ വലുതാവുകയാണ് ചെയ്യണത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഏലി പുരോഹിതനും സാമുവേലും. ഏലി എന്ന് പറയുന്നത് വെറും ഒരു പുരോഹിതൻ മാത്രമായിരുന്നു. ഏലിയുടെ അടുക്കൽ ദൈവം വളർത്താൻ ഏൽപ്പിച്ച കുഞ്ഞാണ് സാമുവേൽ. എന്നിട്ടോ ഏലി സാമുവേലിനെ വളർത്തി 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 തന്നേക്കാൾ വലിയവനാക്കി. സാമുവേൽ ഒരു പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു, ന്യായാധിപനായിരുന്നു. ഏലി ഒരു പുരോഹിതൻ മാത്രമായിരുന്നു. നോക്ക് സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ സാമുവേലിനെ വളർത്തി വലുതാക്കിയ ഏലിയെ ദൈവം എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് വലുതാകാനുള്ളൊരു മാർഗം നീ ചെറുതാകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
നിനക്ക് ചെറുതാകാനുള്ള മാർഗമാണ് മറ്റുള്ളവരെ വലുതാക്കുക എന്ന് പറയുന്നത്. ഇനി വാസ്തവത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം തിരിച്ചറിയണം. അതിനെന്നറിയാം, നീ മറ്റുള്ളവരെ വലുതാക്കുമ്പോൾ നീ ചെറുതാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരൊക്കെ പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ചെറിയ പൈപ്പ് ഇരിക്കുകയാണ് വിചാരിക്കുക, ഒരു ചെറിയ പൈപ്പ്. ആ പൈപ്പിൻ്റെതായ വലുപ്പവും എല്ലാ സംഗതികളും ഉണ്ട്. ആ പൈപ്പ് വലിയൊരു പൈപ്പ് തന്നെയാണ്. എന്നാൽ ആ പൈപ്പിനേക്കാൾ വളരെ വലിയ മറ്റൊരു പൈപ്പ് വരുമ്പോഴേ ഈ പൈപ്പ് ചെറുതാകുന്നുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ആ പൈപ്പ് ചെറുതാകുന്നുണ്ടോ? അതിനൊരു രൂപഭാവം വ്യത്യാസം വന്നിട്ടില്ല. അതിനുള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്താ സംഭവിച്ചത്? കുറച്ചൊരു വലിയ പൈപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ പൈപ്പിന് വലിപ്പം കുറഞ്ഞിട്ടില്ല. അതിനുള്ളതെല്ലാം അങ്ങനെ തന്നെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റുള്ളവരെ ഉയർത്തുമ്പോഴും മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോഴും മറ്റുള്ളവരെ ഉയർത്താൻ നീ വലിയവനാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും വാസ്തവത്തിൽ നീ ചെറുതാകുന്നില്ല എന്നുള്ളതാണ് സത്യം. നിനക്കുള്ളതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. നിനക്കുള്ളതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ വലുതാക്കുമ്പോൾ നീ ചെറുതാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചെറുതാകാതെ വലിയവനായി തീരാനുള്ള മാർഗമാണ് മറ്റുള്ളവരെ വലുതാക്കുക എന്ന് പറയുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ദാവീദ് വലിയൊരു അഭിഷേകത്തോടെ പ്രവേശിക്കുമ്പോൾ സാവൂളിന് തോന്നൽ വരിക, ഞാനങ്ങ് ചെറുതായി എന്ന്. സാവൂൾ ചെറുതായിട്ടില്ലെന്നേ. സാവൂളിനുള്ളതൊക്കെ തന്നെ അവിടെയുണ്ട്. എന്നാൽ അവനൊരു തോന്നൽ, ഒരാന്തൽ, ഒരു സംശയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വാസ്തവത്തിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു വന്നോ എന്നതുകൊണ്ട് സ്നാപകൻ ചെറുതായിട്ടില്ല. സ്നാപകൻ തന്നെയാണ്. സ്നാപകന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നീ മറ്റുള്ളവരെ വലുതാക്കുമ്പോൾ നീ വലുതാകുമെന്ന് മാത്രമല്ല, നീ ചെറുതാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം നീ ചെറുതാകുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നിറഞ്ഞവൾ ഏലീശയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലീശാമ്മയെ വലുതാക്കി കാണുകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഒട്ടും ചെറുതായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഏലീശാമ്മയെ പരിശുദ്ധ അമ്മയെ വലുതാക്കി കാണാൻ തുടങ്ങി. ആരൊക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു അഭിഷേകമാണ്. ചെറുതാകാതെ നീ വലിയവനായി തീരുക. മറ്റുള്ളവരെ വലിയവനാക്കാൻ വേണ്ടി നീ ചെറുതാകുക. അപ്പോൾ നീ ചെറുതാകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ വചനത്തിലൂടെയുള്ള ജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, അവിടെ നൽകിയ അഭിഷേകത്തെക്കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. ഈ ലോകദൃഷ്ടിയെ ചെറുതാകാൻ അവസരം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടെത്താൻ ഉപയോഗിക്കാൻ, അത് കണ്ടെത്തി അതെല്ലാം പ്രയോജനപ്പെടുന്നതിന് അഭിഷേകം ചെയ്യണമേ. ദൈവം എനിക്ക് നൽകുന്ന അവസരങ്ങൾ കർത്താവെ കൃപയിലെടുക്കാൻ കൃപ നൽകണമേ. അതുകൂടാതെ കർത്താവ് മറ്റുള്ളവരെ വലുതാക്കാൻ എനിക്കൊരു കൃപ നൽകണമേ. അതുവഴി ഞാൻ ചെറുതാകുന്നില്ല, ഞാൻ വലുതാകുന്ന തിരിച്ചറിവ് എനിക്ക് നൽകണമേ കർത്താവെ. ദൈവമേ, ഓരോ ദാസിദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ ഞാനാണ് നീയാണ് വലുത്, ഞാനാണ് നീയാണ് ചെറുത് എന്നുള്ള ചിന്തകളാൽ കിടക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താൻ പോരുവ ഭാവം വിട്ടുപോട്ടെ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വിട്ടുപോട്ടെ, വിധേയത്വമില്ലാത്ത അവസ്ഥ വിട്ടുപോട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വലിയ എളിമയുടെ അഭിഷേകം, ചെറുതാകളുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം ഓരോ ദാസിദാസന്മാരിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ചെറുതാകാതെ വലുതാക്കുക. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. എന്തെന്നാൽ സ്വസ്ഥതയും ആശ്രയവുമാണ് നിങ്ങളുടെ ബലം. യേശയ്യാ പ്രവചനം 30:15 കർത്താവ് വെളിപ്പെടുത്തുകയാണ്, സ്വസ്ഥതയും ആശ്രയവുമാണ് നിങ്ങളുടെ ബലം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഹൃദയം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാൽ അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ
നിനക്കൊരാളെ പോലും ആശ്രയിക്കാൻ തോന്നാത്തൊരവസ്ഥയിലാണെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നീ എളിമപ്പെട്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നീ ദൈവത്തെ മാത്രം ആശ്രയിക്കുക. എന്തെന്നാൽ സ്വസ്ഥതയും ആശ്രയവുമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ബലം. ഇപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ചില പാപത്തിൻ്റെ തഴക്കദോഷങ്ങൾ, കടബാധ്യതകൾ, പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, മരണഭയം, എന്തു തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവിന് ഒരു നിമിഷം മതി ഇതിനെല്ലാം വ്യത്യാസം വരുത്താൻ. കർത്താവിൻ്റെ പക്കൽ സ്വസ്ഥമായി മുട്ടുകുത്തിയോ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ മാത്രം ആശ്രയിക്കുകയാണ്. കർത്താവിനെ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ആരില്ലെന്ന് ഏറ്റു പറഞ്ഞ് കർത്താവിനെ വിളിക്കുകയാണ്. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയർത്തി ഹൃദയം ഒന്നുപോലെ തുറന്ന് കർത്താവിൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, അനേകം നാളുകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ വിട്ടുവീക്കുന്നു. അന്ധകാര പീഡകൾ, രോഗപീഡകൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതകൾ, കെട്ടുപാടുകൾ ഇപ്പോൾ അവിടുന്ന് വിടുവിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു കർത്താവെ, അവിടുന്ന് ഇപ്പോൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ വിടുതൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് ശക്തി മിന്നൽ പിണറുകൾ പോലെ വ്യാപരിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ.